കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം നടന്നത്. ഒട്ടുമിക്ക താരങ്ങളും എത്തിയ യോഗത്തിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ കൂട്ടത്തിൽ മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന്റെയും ഇന്ദ്രൻസിന്റെയും വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നത്. വളരെ രസകരമായ ഈ വീഡിയോ വളരെ വേഗത്തിലായിരുന്നു ആരാധകർ ഏറ്റെടുത്തത്. ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്ക് ഒരുക്കിയ ആദരവിൽ ഇന്ദ്രൻസിന് ഉപഹാരം സമ്മാനിക്കുകയായിരുന്നു മോഹൻലാൽ. ശേഷം അദ്ദേഹം ചുംബിക്കുന്നതാണ് വീഡിയോ. പിന്നാലെ ഇന്ദ്രൻസും മോഹൻലാലിന് ചുംബനം നൽകിയിരുന്നു. ഞാൻ എല്ലാവർക്കും ചുംബനം നൽകും, എനിക്ക് ആരും തരാനില്ല എന്ന് മോഹൻലാൽ പരാതി പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻസ് ഉടൻ തന്നെ മോഹൻലാലിന് ചുംബനം നൽകിയത്. സംഘടനയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ സിദ്ദീഖും വേദിയിലുണ്ടായിരുന്നു. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത്. രണ്ട് നല്ല മനസ്സിനുടമകൾ, ഞങ്ങളോട് ചോദിക്കേണ്ടേ ലാലേട്ടാ, 1, 10, 100 ചുംബനങ്ങൾ ഞങ്ങൾ തരില്ലേ? ചിലപ്പോഴെല്ലാം മനുഷ്യൽ ഇങ്ങനെയാണ്, ഒരു ചുംബനവും സ്നേഹവും ആദരവുമെല്ലാം ആഗ്രഹിക്കും. ഇത്രയും വലിയ നടനാണെന്നുള്ള ഒരു ജാടയും ഇല്ലാത്ത താരങ്ങൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം 25 വർഷത്തിനു ശേഷം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു സ്ഥാനം ഒഴിയുന്നുവെന്ന പ്രത്യേകതയായിരുന്നു ഇത്തവണത്തെ യോഗത്തെ വേറിട്ട് നിർത്തിയത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് ഉണ്ടായത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദീഖിനെതിരെ മത്സരിച്ചിരുന്നത്. എന്നാൽ സിദ്ദീഖാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 4 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ. ഉണ്ണി ശിവപാൽ 2018-2021 കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ജയൻ ചേർത്തലയും തെരഞ്ഞെടുക്കപ്പെട്ടു. ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടൻ മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തുടർച്ചയായ 3ാം തവണയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് നേരത്തെ ഉണ്ണി മുകുന്ദനും എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ അമ്മയിൽ യഥാർത്ഥത്തിൽ ഒരു തലമുറ മാറ്റമായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ജഗദീഷ് പറഞ്ഞിരുന്നു. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനുമൊക്കെ ഭരണസമിതിയിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് കരുതി, എന്നാൽ അവരൊന്നും സന്നദ്ധരായില്ല. ഇതോടെയാണ് മോഹൻലാൽ സ്വയം മുന്നോട്ട് വന്നതെന്നും സത്യത്തിൽ തങ്ങളൊക്കെ നിർബന്ധിച്ചു എന്ന് പറയാമെന്നും അദ്ദേഹം പറയുന്നു. പുതുതലമുറയുടെ തിരക്കായിരിക്കും അവരെ പിന്നോട്ട് വലിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ സമയം വിനിയോഗിക്കാനാവില്ലെന്ന ചിന്ത കൂടിയാകാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ പദവികൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാകും. എന്തായാലും അമ്മ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ, നടൻ വ്യക്തമാക്കി. അതേസമയം യോഗത്തിന് മമ്മൂട്ടി എത്തിയിരുന്നില്ല. മമ്മൂട്ടി എന്തേ എത്താതിരുന്നത് എന്ന ചോദ്യം ആരാധകർ ഉയർത്തിയിരുന്നു. ലണ്ടനിൽ കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലാണ് അദ്ദേഹം. നേരത്തെ തന്നെ മമ്മൂട്ടി സംഘടനയെ ഇക്കാര്യം അറിയിച്ചിരുന്നു.